ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1 അറ്റ് ദ സൂ. എവിടെയാണ് കൂട്ടുകാരെ? സൂവിലാണല്ലേ. കളർ ദ പിക്ചർ. ഫസ്റ്റ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തനം തന്നെയാണല്ലേ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ചിത്രത്തിന് നിറം കൊടുക്കാനാണ്. കൂട്ടുകാർ എന്ത് ചെയ്യുക? ചിത്രത്തിന് ഭംഗിയായി നിറങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ചിത്രം കണ്ടോ? അവിടെ എന്താ പറയുന്നത്? ഹായ് ദർ ഈസ് എ. അവിടെ എന്തായിരിക്കും കൂട്ടുകാരെ വരേണ്ടത്? ഹായ് ദർ ഈസ് എ ജിറാഫ്. ജിറാഫിൻ്റെ പിക്ചറല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അവിടെ എഴുതാം ജിറാഫ്. ദെൻ ലുക്ക് അറ്റ് ദാറ്റ്. അവിടെ എന്താണ് കൂട്ടുകാരെ നമുക്ക് കാണാനുള്ളത്? ഒരു സിംഹത്തിനെ കാണാനുണ്ടല്ലേ. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം? ദർ ഈസ് എ ലയൺ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. ലുക്ക് ദർ ഈസ് എ. അവിടെ എന്താണ് എഴുതേണ്ടത്? യെസ്, സീബ്ര. നോക്കൂ, ഒരു സീബ്ര. ദെൻ വൗ, ഹിയർ ഈസ് എ. കൂട്ടുകാർ അവിടെ എന്താ എഴുതേണ്ടത്? യെസ്, പീക്കോക്ക് അല്ലേ. പീക്കോക്കിനെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് അവിടെ എഴുതാം പീക്കോക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആൻ എലിഫൻറ്റ്. എന്താണ്? ഒരു ആനയല്ലേ. ഡിസ്ക്രിപ്ഷനാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. ചിത്രം നോക്കി കൂട്ടുകാരോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിസ്ക്രൈബ് ചെയ്യാനാണല്ലേ, വിവരിക്കാനാണല്ലേ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നു നോക്കൂ. ദിസ് ഈസ് ആൻ. അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? അതെന്താണ് കൂട്ടുകാരെ? ഒരു ആനയല്ലേ. സോ നമുക്കവിടെ എന്ത് എഴുതാം? എലിഫൻറ്റ്. ദിസ് ഈസ് ആൻ എലിഫൻറ്റ്. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ബിഗ്. എന്താ എഴുതാം നമുക്കവിടെ? ഇറ്റ് ഈസ് ബിഗ്. ദെൻ ഇറ്റ് ഹാസ്. എന്തെഴുതാം? അതിന് 4 കാലുകളില്ലേ. സോ നമുക്കവിടെ എന്ത് എഴുതാം? ഇറ്റ് ഹാസ് 4 legs. ദെൻ ഇറ്റ് ഹാസ് ലോങ് ട്രങ്ക്. അല്ലെങ്കിൽ എന്തെഴുതാം? ഇറ്റ് ഹാസ് എ ലോങ് നോസ്. അല്ലെങ്കിൽ എന്താണ്? നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം നമുക്ക് എന്ത്? ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക്. ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക്. ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആക്ടിവിറ്റി 3 വാട്ട് ആർ ദേ ഡൂയിങ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ചിത്രത്തിൽ കുറേ ആനിമൽസിനെ കാണാനുണ്ടല്ലേ. അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് നമുക്ക് എഴുതാനുള്ളത്. ഫസ്റ്റ് നോക്കൂ. ദ ഡാഷ് ഈസ് സ്വിങ്ങിങ്. അതിനു മുമ്പ് കൂട്ടുകാരോട് ഒരു ബോക്സ് കണ്ടോ? അവിടെ കുറേ വേർഡ്സ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? യെസ്, സ്ലീപ്പിംഗ്. യെസ്, ഉറങ്ങുകയല്ലേ. ദെൻ സ്വിമ്മിങ്, നീന്തുകയാണ്. ദെൻ ദെൻ സിറ്റിംഗ്, ഇരിക്കുക. മങ്കി നമുക്കറിയാം, കുരങ്ങനല്ലേ. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. ദ ഡാഷ് ഈസ് സ്വിങ്ങിങ്. കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് നോക്കിക്കുക. ആരാണ് ആടുന്നത്? മങ്കിയാണല്ലേ. മങ്കി എന്താണ്? ഒരു കയറിൽ കിടന്നിങ്ങനെ ആടുന്നുണ്ടല്ലേ. സോ നമുക്കവിടെ എന്ത് എഴുതാം? ദ മങ്കി ഈസ് സ്വിങ്ങിങ്. ഓക്കെ, ദെൻ ദ ഡക്ക് ഈസ് ഡാഷ് ഇൻ എ പോണ്ട്. പോണ്ടിൽ എന്താണ് കൂട്ടുകാരെ ഡക്ക് ചെയ്യുന്നത്? നീന്തുകയാണല്ലേ. സോ നമുക്കിവിടെ ഇത് വേർഡ് എഴുതാം. യെസ്, സ്വിമ്മിങ്. ദ ഡക്ക് ഈസ് സ്വിമ്മിങ് ഇൻ എ പോണ്ട്. ദെൻ ദ ബേർഡ്സ് ഡാഷ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അവിടെ നമുക്ക് എന്താണ് എഴുതേണ്ടത്? യെസ്, ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ദെൻ ദ ബെയർ ഈസ് ഡാഷ് ഓൺ ദ റോക്ക്. റോക്കിന് മുകളിൽ ബെയർ എന്താ ചെയ്യുന്നത്? ഇരിക്കുകയാണല്ലേ. സോ നമുക്ക് ഈ വേർഡ് എന്ത് എഴുതാം? അവിടെ എന്ത് എഴുതാം? യെസ്, സിറ്റിംഗ്. ദെൻ ടൈഗർ ഈസ്. ടൈഗർ എന്താണ് കൂട്ടുകാരെ ചെയ്യുന്നത്? ഉറങ്ങുകയാണല്ലേ. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം? ദ ടൈഗർ ഈസ് സ്ലീപ്പിംഗ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ഈ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5 സോനു വിത്ത് ഹിസ് അങ്കിൾ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അങ്കിൾ ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗോ. നീ എങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ സോനു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ വെന്റ് ടു ദ. എങ്ങോട്ടേക്കായിരുന്നു സോനു പോയിട്ടുണ്ടായിരുന്നത്? സൂവിലേക്കാണല്ലേ. സോ നമുക്ക് അവിടെ എഴുതാം ഐ വെന്റ് ടു ദ സൂ. അങ്കിള് പറയാണ്, വാട്ട് ഡിഡ് യു സീ ദ. അങ്കിള് ചോദിക്കുകയാണല്ലേ, നീ എന്താണ് അവിടെ കണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സോനു പറയാണ്, ഐ സോ ജിറാഫ്, പീകോക്ക്, സീബ്ര ആൻഡ് ലയൺ. പിന്നെ അങ്കിൾ ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്. നിനക്ക് ഏതാണ്, എന്തിനെയാണ് അവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നല്ലേ. അപ്പോൾ സോനു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവുകയില്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഐ ലൈക്ക് പീകോക്ക് വെരി മച്ച്. ഐ ലൈക്ക് പീകോക്ക് വെരി മച്ച്. ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ ബേർഡിൻ്റെയോ പേര് കൂട്ടുകാർക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.
ഓക്കെ, നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. ലെറ്റ് സിങ് കംപ്ലീറ്റ് ദ പോയം. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്, ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് സേസ് മ്യോ മ്യോ. നെക്സ്റ്റ് നോക്കൂ. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ഡോഗ്, ഇറ്റ്സ് സോ നൈസ്, ഇറ്റ് സേസ്, നമുക്ക് എന്ത് എഴുതാം? ബോ ബോ. ദെൻ ഐ ഹാവ് എ പെറ്റ്. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ഒരു ചിക്കാണല്ലേ, കോഴിക്കുഞ്ഞല്ലേ. സോ നമുക്ക് അവിടെ എഴുതാം ഇറ്റ് ഈസ് എ ചിക്ക്, ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് സേസ് കീ കീ. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലെ ഈ പോയം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.